എല്ലാവർക്കും ഇഷാസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടീ ടൈം സ്നാക്കായ പക്കോടയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 സ്ട്രിംഗ് കറി ലീവ്സ് ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/4 സ്പൂൺ കായം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ നല്ല മുളക് പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളവും ഫ്രൈ ചെയ്യാൻ വേണ്ടി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം 1 ബൗൾ കടലമാവിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി ചേർത്താണ്. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ പൗഡറും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായം, ഉപ്പ് എല്ലാം ചേർത്താണ്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും, 2 സ്ട്രിംഗ് കറി ലീവ്സും, 2 പച്ചമുളകും ചോപ്പ് ചെയ്തതാണ്. ഇതും കൂടി നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് മാറ്റാം. ഇപ്പം എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ചെറിയ പോർഷനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയ പോർഷൻ കടലപ്പൊടി ഇട്ട് നോക്കിയിരുന്നു, എണ്ണ ചൂടായോ എന്നറിയാൻ. ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പൂണിൽ കുറച്ചായിട്ട് ഇത് ചുറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. സിമ്പിളായിട്ടുള്ള ടീ ടൈം സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇഷാസ് ഡയറി.